ഇന്ന് യഥാർത്ഥത്തിൽ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ഉപക്ഷേപമാണ് സഭയിൽ അടിയന്തര പ്രമേയത്തിനായി റോജി എം ജോണും പ്രതിപക്ഷവും ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിൻ്റെ കസ്റ്റഡിയിൽ 2-2.5 മണിക്കൂർ നേരം പ്രതിപക്ഷം ഇരുന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൽ ശരിയാണ്, നമ്മൾ പുറത്തു വന്ന ദൃശ്യങ്ങളനുസരിച്ച് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ല. വളരെ സ്പെസിഫിക്കായി ഒരു 3-4 കേസുകളിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നത് ചൂണ്ടിക്കാട്ടി പോലീസ് സേനയെ മുഴുവൻ കടന്നാക്രമിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന് കരുതിയ വലിയൊരു പ്രതീതി നിർമ്മാണത്തിനുള്ള ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഭരണപക്ഷം ഇന്ന് നശിപ്പിച്ചു കളഞ്ഞു. അതായത് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമെന്ന് പ്രതിപക്ഷം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. കാരണം ഇതിൽ സബ്മിഷൻസ് ഇന്നലെ സാധാരണ രീതിയിൽ ഈ പ്രതിപക്ഷം സബ്മിഷൻസ് ഒരുപാട് ഉന്നയിക്കുന്നതാണ്. ഇന്നലെ കൊടുത്ത സബ്മിഷൻസ് പോലും പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് വൈകുന്നേരമായപ്പോഴേക്കും. കാര്യം എന്താണ് പ്രതീക്ഷിച്ചത്? രാവിലെ ചോദ്യോത്തരവേള വരുന്നു. ചോദ്യോത്തരവേളയിൽ ആരോഗ്യവകുപ്പിനോടാണ് ആദ്യത്തെ സെറ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഹാരിസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭയിൽ തന്നെ ഒരു കളം പിടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഇൻഡയറക്റ്റ് മറുപടി പോലും കൊടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള ഉപക്ഷേപവുമായിട്ട് വരുമ്പോൾ, നോട്ടീസുമായിട്ട് വരുമ്പോൾ പ്രതിപക്ഷം എന്താ വിചാരിച്ചത്? വളരെ പെട്ടെന്ന് വന്ന് LDFൽ എങ്ങനെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം നടത്തിയത്, ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞ് അതുകൊണ്ട് അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്ന് കരുതി. പക്ഷെ അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായത്. പ്രതിപക്ഷം ഒന്ന് പകച്ചുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ സട്ടിലായിട്ടാണ് പറഞ്ഞത്. ചില കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു. കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ 2018 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പറയുന്നു. അന്ന് ശരാശരി 800-ലധികം പരാതികൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 100-ൽ താഴെയായിട്ട് മാറുന്നു. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? പക്ഷേ അതിന് മറുവശമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. രണ്ടാമത്തെ കാര്യം പറയുന്നു, LDF കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 108 പോലീസ് ഉദ്യോഗസ്ഥരെ ക്രിമിനലുകളാണെന്ന് കണ്ടെത്തിയും അവരുടെ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനെ തുടർന്നും അവരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടും സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന് കണക്ക് മൂലം പറയുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 36 പേരെയും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ 2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് 144 ഉദ്യോഗസ്ഥരെ പുറത്താക്കി എന്ന് പ്രതിപക്ഷത്തോട് ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കാലത്ത് പുറത്താക്കിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ പറ്റുമോ? 2 ഹോം മിനിസ്റ്റേഴ്സ്, 2 ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ ആ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുക. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒന്ന് രമേശ് ചെന്നിത്തലയും. ഒരു മറുപടിയെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? എഴുന്നേറ്റ് നിന്ന് ഈ കണക്കുണ്ടെന്ന് പറയാൻ പാടില്ലായിരുന്നോ? എന്താ പറയാൻ പറ്റാതായി പോയത്? ഈ കണക്കുകൾ തപ്പിയെടുത്ത് വരണം. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെയായിരിക്കും വരിക. സഭയിൽ വെൽ എക്വിപ്ഡ് ആയിട്ടല്ലേ വരിക. തങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തെടുത്ത ധീരമായ നടപടികൾ എണ്ണി പറയുമായിരുന്നില്ലേ ഇവർ? അങ്ങനെ എണ്ണി പറയാൻ ഒരു കുന്തവും പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ ഇന്ന് ഭരണപക്ഷം കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ള ഒരു പ്രതീതിയാണ് ജനിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. ഇതിന് സ്ട്രാറ്റജി പരാജയപ്പെട്ടു എന്നതാണ് ആദ്യത്തെ കാര്യം. കാരണം അതിനുശേഷം വളരെ പെട്ടെന്ന് സഭയുടെ പുറത്തേക്ക് വരിക, സത്യാഗ്രഹം അനുഷ്ഠിക്കാനായിട്ട് 2 MLA ഇരിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ എന്താ നോക്കൂ, ഈ സത്യാഗ്രഹത്തിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല. കാര്യം ആ സത്യാഗ്രഹത്തെ ഒരു വലിയ വികാരമാക്കി മാറ്റാൻ പറ്റും എന്നാണ് പ്രതിപക്ഷം കരുതിയത്. വലിയ രീതിയിൽ കേരളം ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വൈകാരികമായ വിഷയമായിട്ട് അതിനെ മാറ്റാൻ കഴിയുമെന്ന് കരുതി. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ മറുപടിയിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷത്തിൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച കുറഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ 2 MLA, 2 നിയമസഭാ സാമാജികർ സത്യാഗ്രഹം അനുഷ്ഠിക്കുമ്പോൾ പോലും അതിൻ്റേതായ ഒരു പ്രാധാന്യം അതിന് കിട്ടാതെ പോയത് സഭയിൽ ഭരണപക്ഷം നേടിയ അപ്പർ ഹാൻഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിഷയങ്ങൾ വളരെ പ്രസക്തമാണെന്ന് കരുതുന്നയാളാണ് ഞാൻ തന്നെ ഈ ഫ്ലോറിലെടുത്ത നിലപാട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴിഞ്ഞ 9 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു വകുപ്പുകളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ദയനീയമാണ് എന്നാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പോലീസ് സേനയെ പൂർണ്ണമായിട്ടും ഒന്നടങ്കം ആക്ഷേപിക്കാൻ കഴിയില്ല. ഇതിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഒന്ന്, UDF സർക്കാരിൻ്റെ കാലത്ത് ഉദയകുമാർ എന്ന് പറയുന്ന ഒരാളെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വളരെ ക്രൂരമായി കസ്റ്റഡി മർദ്ദനത്തിൽ വിധേയനായി കൊലപ്പെടുത്തുമ്പോൾ ആ അമ്മ ചോദിക്കുന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുക. എന്തെങ്കിലും പോലീസ് സേനയോട്, ഈ പറയുന്ന പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഇരകളോട് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ പോലീസുകാരെ കൃത്യമായി കയ്യാമം വെച്ച് അവർക്കെതിരെ കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ
സർക്കാരും പോലീസും കൂടി ഒത്തുകളിച്ച് പോലീസിൻ്റെ കൈകളിലേക്ക് ഇത് ഇട്ടുകൊടുത്ത് പോലീസ് ഇപ്പോൾ കുറ്റവിമുക്തരെ ഇട്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇത് സംഭവിച്ചത് അന്നാ. പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ട്. ഈ പറഞ്ഞതുപോലെ സുജിത്തിൻ്റെ കാര്യത്തിലടക്കം നമ്മൾ ആ കഥകളെല്ലാം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ കാര്യമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇന്ന് പ്രതിപക്ഷത്തിന് ആ രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രി പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പോലീസ് സേനയെ മൊത്തം നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. എത്രയെത്ര മികച്ച നേട്ടങ്ങൾ കേരള പോലീസ് സ്വന്തമാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്കറിയാമല്ലോ. ജനമൈത്രി പോലീസ് 2016 വരുമ്പോൾ അതിനുശേഷം 2017-18 കാലഘട്ടങ്ങളിലെ ദേശീയ പുരസ്കാരങ്ങൾ, ഇന്ത്യ ടുഡേയിലടക്കമുള്ള കോപ്സ് പുരസ്കാരങ്ങൾ ഈ ജനമൈത്രി പോലീസിന് കിട്ടുന്നത് നമ്മുടെ മുന്നിൽ കണ്ടതാ. കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ മികവിനെ ദേശീയ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാ. കേരള പോലീസിൻ്റെ സൈബർ വിങ്ങിനെ പലതവണ കുറ്റാന്വേഷണ മികവിൽ അംഗീകരിച്ചിട്ടുള്ളതാ. നമ്മുടെ പോലീസ് സേനയല്ലേ അതിർത്തി കടന്നുകൊണ്ട് പല ആളുകളെയും പിടിച്ചുകൊണ്ട് വരുന്നത്. കുറ്റാന്വേഷണ മികവിൽ കേരള പോലീസിന്റെ ഗ്രാഫ് എന്നും ഉയർന്നു നിന്നതല്ലേ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് പോലീസിനോട് പോലും പ്രതിപക്ഷം പോലും ഉപമിക്കുന്ന തരത്തിലുള്ള കുറ്റാന്വേഷണ മികവുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഇടയിലുണ്ട്. അതിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ഈ പോലീസിങ്ങിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിയന്ത്രണം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് പക്ഷേ പൂർണ്ണമായും പോലീസിലെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുമ്പോൾ സംഭവിച്ചു പോകുന്നൊരു കാര്യം, നേരത്തെ പല ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി വിധിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സംഘടിത സേനയായി പോലീസ് മാറും. അതിനുള്ളൊരു സ്വഭാവം ഈ പോലീസ് സേനയ്ക്കുണ്ടെന്നേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. 5 രൂപ പോലീസായിരുന്നു ദിവാന്റെ കാലത്ത് നരനായാട്ട് നടത്തിയിരുന്നതെങ്കിൽ അതിന് പിന്നീട് പോലീസിനെ ഉത്തരവാദിത്വമുള്ള സർക്കാരാക്കി മാറ്റിയത് 29 വർഷം കേരളം ഭരിച്ച LDF സർക്കാരും 40 വർഷം ഭരിച്ച UDF സർക്കാരും പല കാലങ്ങളിലൂടെയാണ്. പക്ഷെ അവിടെ ആ കണക്ക് പ്രസക്തമാവുന്നത് 144 പേരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. സസ്പെൻഷനല്ല, ഡിസ്മിസലാണ്. അവരടുത്ത് പറഞ്ഞത് ഈ പണി നിങ്ങൾക്ക് പറ്റുന്നതല്ല, നിങ്ങൾ പോയി വീട്ടിലിരുന്നോളാം പറഞ്ഞു എന്ന് പറയുമ്പോൾ മറിച്ചൊരു കണക്ക് വേണമായിരുന്നു. അതിലും കൂടുതൽ ഉദാഹരണത്തിന് 108 പേരെയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്താക്കിയിരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കാലത്ത് ഇത്രയും പേരെ പുറത്താക്കിയില്ലെന്ന് പറയണമായിരുന്നു. പ്രേക്ഷകർ ഓർമ്മയില്ലേ ജോഗി എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുമ്പോൾ മുത്തങ്ങയിൽ ആ പോലീസുകാരെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കാട്ടിക്കൂട്ടിയ നാടകങ്ങൾ, അന്ന് മുഖ്യമന്ത്രി തന്നെ നൽകിയ വിശദീകരണങ്ങൾ, അവിടെ എന്ത് വിശദീകരണമാണ് ആ ആദിവാസികളോടുള്ള മർദ്ദനത്തിന് പുറത്തുണ്ടായിരുന്നത്? ആ രണ്ടുപേരുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരുടെയൊക്കെ? ഗീതാനന്ദൻ്റെയും ജാനുവിൻ്റെയും മുഖം ഓർമ്മയുണ്ടോ? ജിമ്മി, ആ മുഖങ്ങൾ നമ്മളുടെ അന്ന് ഏഷ്യാനെറ്റിലാണ് നമ്മളത് കാണുന്നത്. ആ മുഖങ്ങൾ വീർത്തിരിക്കുന്ന ജാനുവിൻ്റെ മുഖമാണ്. എന്താ ചെയ്തത്? കവിളിൽ തലോടിയപ്പോൾ സംഭവിച്ചു പോയ അലർജിക് ഇൻഫെക്ഷൻ ആയിരുന്നില്ല സാർ. അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത്, AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ക്രൂരമായി വേട്ടയാടപ്പെട്ട ജാനുവിൻ്റെ മുത്തങ്ങയിലെ ആളുകളുടെ പ്രതീകമായിരുന്നു അന്ന് ഒരു ഭാഗം വീങ്ങിയ മുഖവുമായിട്ട് വരുന്ന നമ്മുടെ ജാനു ചേച്ചി, മറ്റൊരു ഭാഗത്ത് ഗീതാനന്ദൻ. ഇവരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയില്ലേ? അവരെ എങ്ങനെ ഇടിമുറിയിലേക്ക് കൊണ്ടുവന്നറിയാമോ? വയനാട്ട് മുത്തങ്ങയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷൻ ഹാജരാക്കണം എന്നുള്ളതുകൊണ്ട് സ്ഥിരം വരുന്ന റൂട്ട് ഒഴിവാക്കി അറസ്റ്റ് വൈകുന്നത് രേഖപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടുവന്നു. ആ ജോഗി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ഒരു പോലീസുകാരൻ്റെ ജീവൻ അക്രമത്തിൽ, ആ സംഘർഷത്തിൽ നഷ്ടപ്പെട്ടു. പോലീസുകാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ദയനീയ പരാജയമല്ലേ മുത്തങ്ങയിൽ കണ്ടത്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളം കണ്ട വലിയ നരനായാട്ടായിരുന്നില്ലേ മുത്തങ്ങയിലേത്? ഏതു സർക്കാരിൻ്റെ കാലത്തായിരുന്നു? അപ്പോൾ പോലീസിനെ കയറൂരി വിടാൻ ഏതു സർക്കാർ തീരുമാനിച്ചിരുന്നത് അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് സംഭവിച്ച പാളിച്ചയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ കുന്നംകുളത്തെ വിഷ്വൽസ് ഇതിനു മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടിട്ടുണ്ട് സാർ. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ പൂഴ്ത്തിവെച്ചു. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയുള്ള വകുപ്പ് തല നടപടി ഉണ്ടാവണമെന്നേ. മധു ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ DYFI നേതാവിൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചു ആ ഡയഫ്രം പൊട്ടിച്ചത് UDF സർക്കാരിൻ്റെ കാലത്ത് 2012 മറ്റുമാണ്. അന്ന് 2012 13 വർഷം മുമ്പ് അങ്ങനെ ചെയ്തിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥനെ മധു ബാബുവിനെ SI എന്ന നിലയിൽ നിന്ന് CA ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു, CAയിൽ നിന്ന് DYSP ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു. ഇപ്പോൾ കുറുവാ സംഘത്തെ പിടിച്ചതിന് ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുക്കുന്നു. ഇതൊക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് താങ്കളെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും പോലീസ് സേനയിലില്ല. ശരിയാണ്, 144 പേരെ പിരിച്ചുവിട്ടു. UDF സർക്കാരിൻ്റെ കാലത്ത് എത്രയാണെന്നുള്ള കണക്ക് പറയാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയി. പക്ഷേ ഈ ദൃശ്യങ്ങൾ, നമ്മളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. പീച്ചിയിലാണെങ്കിൽ രതീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊടുത്തതൊരു സ്ഥലം മാറ്റവും പിന്നീട് ഒരു CI പ്രൊമോഷനുമാണ് കൊടുത്തത്. കുന്നംകുളത്ത് കുനിച്ചു നിർത്തി കൂമ്പിനിട്ടടിച്ച പോലീസുകാരെ ഒന്ന് സ്ഥലം മാറ്റി 2 ഇൻക്രിമെന്റ് തടഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് പിടിച്ച് നിർത്താൻ പോലീസ് സേന നടത്തിയ നീക്കം അതറിയാതെ പോയി. അതുകൊണ്ടാണ്
അതുകൊണ്ടാണല്ലോ സാർ ഒരു പുനരന്വേഷണം വേണ്ടി വന്നത്. ഈ വിഷയത്തിൽ ഒരു പുനരന്വേഷണം വേണ്ടി വന്നത് തന്നെ ഈ സിസ്റ്റം തകരാറിലാണ് എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ. പക്ഷേ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ചൂടും അടിയന്തര പ്രമേയത്തിൻ്റെ മൂർച്ചയും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷത്തിൻ്റെയും ശക്തമായ പ്രതിരോധത്തിൽ കുറഞ്ഞുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മറുപടി തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എൻ്റെ വിശ്വാസം. പക്ഷേ നടപടി തൃപ്തികരമല്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. മറുപടി തൃപ്തികരമാകുമ്പോഴും നടപടി ഈ വിഷയത്തിലുള്ളത് ഈ നിമിഷം വരെയും തൃപ്തികരമല്ല. അവർ സർവീസിൽ തുടരുന്നതുവരെ സുജിത്തിനാണെങ്കിലും ശരി, പീച്ചിയിലെ സ്റ്റേഷനിൽ മർദ്ദനമേറ്റ ആൾക്കാരാണെങ്കിലും ശരി, ജോയലിൻ്റെ പിതാവിനാണെങ്കിലും ശരി, അവരുടെയൊക്കെ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണം, അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. മറുപടി മാത്രം തൃപ്തികരമായാൽ പോരാ എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.